നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ജയിലിൽ ഉറക്കം നഷ്ടപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിലായിട്ട് ഇത് 3-ാം ദിവസം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മേൽവിലാസത്തേക്കാൾ തീഹാർ 2-ാം നമ്പർ ജയിലിലെ 3-ാം വാർഡിൽ അണ്ടർ ട്രയൽ നമ്പർ 670 ഇങ്ങനെയാണ് കെജ്രിവാളിന്റെ ഇപ്പോഴത്തെ മേൽവിലാസം. CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിലൂടെ 24 മണിക്കൂറും ഇരിക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കസേരയിൽ ഇരുന്നാണ് നേരം വെളുപ്പിച്ചെന്ന് അധികൃതർ പറയുന്നു. ആം ആദ്മി നേതാവും മന്ത്രിയുമായ അതിഷി മെർലീന തന്റെ എക്സ് പേജിലെ പോസ്റ്റിലൂടെ അരവിന്ദ് കെജ്രിവാളിന്റെ ദയനീയ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ വെറും സഹതാപ തരംഗം സൃഷ്ടിക്കാനുള്ള ആം ആദ്മി പാർട്ടിയുടെ വെറും ശ്രമങ്ങൾ മാത്രമാണെന്ന് വ്യക്തമാകുന്നുമുണ്ട്. കഴിഞ്ഞ മാസം 21-നാണ് ED കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റിലായ ശേഷം മന്ത്രിയുടെ ഭാരം 4.5 കിലോ കുറഞ്ഞതായും അദ്ദേഹം കടുത്ത പ്രമേഹ രോഗിയാണെന്നും കെജ്രിവാളിന്റെ ജീവൻ അപകടത്തിലാണെന്നും കെജ്രിവാളിന് എന്തെങ്കിലും സംഭവിച്ചാൽ രാജ്യം പോലും BJPയോട് ക്ഷമിക്കില്ലെന്നുമൊക്കെയാണ് അശ്വതി എക്സിലൂടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ വെറും സഹതാപം പിടിച്ചുപറ്റാനുള്ള തന്ത്രമാണെന്ന് മനസ്സിലാക്കുന്നതേയുള്ളൂ. കാരണം ജയിലിലെത്തിയപ്പോൾ കെജ്രിവാളിന് 55 കിലോ തൂക്കം ഉണ്ടായിരുന്നുവെന്നും അതിൽ മാറ്റമില്ലെന്നും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയിലാണെന്നും കെജ്രിവാൾ സുഖമായിരിക്കുന്നുവെന്നുമാണ് അധികൃതർ പറയുന്നത്. മദ്യനയ അഴിമതി കേസിൽ കഴിഞ്ഞ മാസം 21-നായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത്. ഈ മാസം 15 വരെയാണ് കസ്റ്റഡി കാലാവധി. ഇത് 3-ാമത്തെ തവണയാണ് അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിലെത്തുന്നത്. 2011-ൽ ലോക്പാൽ വിഷയത്തിൽ അണ്ണാ ഹസാരെക്കൊപ്പം സമരം ചെയ്താണ് കെജ്രിവാൾ ആദ്യമായി തീഹാർ ജയിലിലെത്തുന്നത്. പിന്നീട് 2014-ൽ BJP നേതാവ് നിതിൻ ഗഡ്കരി നൽകിയ മാനനഷ്ട കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായ കെജ്രിവാളിനെ തീഹാർ ജയിലിലായിരുന്നു പാർപ്പിച്ചിരുന്നത്. അതേസമയം മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയ്ക്കും ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർക്കുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവർക്ക് രണ്ടുപേർക്കും മദ്യനയ അഴിമതിയിൽ നേരിട്ട് പങ്കെന്നാരോപിച്ചാണ് ED ജാമ്യത്തെ എതിർക്കുക. കേസിൽ ജാമ്യം കിട്ടിയ ആം ആദ്മി പാർട്ടി MP സഞ്ജയ് സിംഗ് പുറത്തിറങ്ങിയിട്ടുണ്ട്. കേസിൽ സഞ്ജയ് സിംഗിന് നേരിട്ട് പങ്കില്ലാത്തതിനാലാണ് ജാമ്യത്തെ എതിർക്കാതിരുന്നതെന്നും ED പറയുന്നു. അറസ്റ്റിലായി 6 മാസങ്ങൾക്ക് ശേഷമാണ് സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിക്കുന്നത്. അതേസമയം മദ്യനയ കേസിൽ EDയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസിൽ കഴിഞ്ഞ ദിവസം ED മറുപടി സമർപ്പിച്ചിരുന്നു. കെജ്രിവാളിനെതിരെ നടപടിക്രമങ്ങൾ പാലിച്ചാണ് അറസ്റ്റ് ചെയ്തതെന്നും കള്ളപ്പണ ഇടപാടിന് കെജ്രിവാൾ പാർട്ടിയെ ഉപയോഗിച്ചെന്നുമായിരുന്നു ED നൽകിയ മറുപടി. 45 കോടി രൂപ ഗോവ തെരഞ്ഞെടുപ്പിന് വേണ്ടി കെജ്രിവാൾ ചിലവാക്കിയെന്നും ഇക്കാര്യങ്ങൾ സാധൂകരിക്കുന്ന വ്യക്തമായ തെളിവ് ഉണ്ടെന്നും ED നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട്.